നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/3/2026 ബുധനാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS പോർക്കിൽ 217, RSS പൈക്കിൽ 212, ISNR 20 186, ലാറ്റക്സ് 60% DRC 151 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചിയിൽ നോക്കുമ്പോൾ RSS പോർക്കിൽ 217, RSS പൈക്കിൽ 212. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 207, ലോട്ട് കിലോ 199, 193 രൂപ. അകർത്തല വില നോക്കുമ്പോൾ RSS പോർക്കിൽ 207, RSS പൈക്കിൽ 204. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 137 രൂപ 60 പൈസ. 60% DRC ഉള്ള ഒട്ടുപാൽ 102 രൂപ 75 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS പോർക്കിൽ 235 രൂപ 2 പൈസ, RSS പൈക്കിലോ 234 രൂപ 60 പൈസ. ഫീൽഡ് ലാറ്റക്സ് 200 രൂപ. ഫാക്ടറി വില 210 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 10,000, 30% DRC ഉള്ള 200 ലിറ്റർ 12,000, 35% DRC ഉള്ള 200 ലിറ്റർ 14,000, 40% DRC ഉള്ള 200 ലിറ്റർ 16,000. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS പോർക്കിൽ 209, RSS പൈക്കിൽ 204, ISNR 20 182 മുതൽ 182 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 119 മുതൽ 131 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ശക്തമായ മഴ ചെയ്തതിന് ശേഷം ഭൂമി തണുത്തതിന് ശേഷം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ. നേരത്തെ കുറഞ്ഞു വന്ന റബ്ബർ മേഖല ഇപ്പോൾ ഉണർവിൻ്റെ പാതയിലാണ്. വീണ്ടും അല്പാൽപ്പം ഉയരുവാൻ തുടങ്ങുകയാണ്. എന്തായാലും റബ്ബർ കർഷകർ പ്രതീക്ഷ കൈവിടാതെ നിൽക്കുകയാണ് റബ്ബർ മേഖലയിൽ. തൊഴിലാളികൾ കൂലി പോരാന്നും പറഞ്ഞ് ഇപ്പോൾ ടാപ്പിംഗ് ഒക്കെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്ക സ്ഥലത്തും. അവർക്ക് മതിയാകുന്നില്ല. കർണാടകത്തിൽ റബ്ബർ ഷീറ്റ് വെട്ടി അയയിലിടുന്നതിന് 4 രൂപ ഉണ്ടെന്ന് പോലും. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,540, ഒരു പവൻ 1,16,320 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,862, ഒരു പവൻ 1,26,896 അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,897, ഒരു പവൻ 95,176. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 110 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ. ഒരു പവൻ്റെ മുകളിൽ 880 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ 60 ചകരിയുള്ളത്. വെളിച്ചെണ്ണ ലിറ്റർ 410, കൊക്കോ 250, കൊപ്ര എടുത്തപടി 151, കശുവണ്ടി 140, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കയർ ഇഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10, ആഞ്ഞിരക്കുരു 1,880, കച്ചോലം ഉണങ്ങിയത് 500, ജാതിക്ക 90 280, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 925, നെല്ല് കിൻഡിൽ 2,500, കയർ ഇഴക്കയർ 10, കരിപ്പട്ടിക്കയർ 10 മുതൽ 15, പിണ്ണാക്ക എസ്പെലർ 39, റോട്ടറി 41, കുരുമുളക് അൺകാർബിൾഡ് കിലോ 699, കുരുമുളക് ഗാർബിൾഡ് കിലോ 719, കുരുമുളക് പുതിയത് 689, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെലം 155, വാഴക്കുളം പൈനാപ്പിൾ പച്ച 38, പഴം 48, കാപ്പിക്കുരു 35,500, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685. IAS ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഒരു ജില്ലയിൽ നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി IAS IPS ഉൾപ്പെടെ SC KS NDA CUET തുടങ്ങിയ ഭാവിയിലെ എല്ലാ മത്സര പരീക്ഷകൾക്കും മുന്നിലെത്തുവാൻ സഹായിക്കുന്ന ലീഡ് IAS ജൂനിയർ എന്ന IAS ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. മുൻ DGP കൃഷിരാജ് സിംഗ്, ഇന്ത്യൻ മുൻ അംബാസഡർ TP ശ്രീനിവാസൻ എന്നിവരാണ് ലീഡ് IAS അക്കാദമി നയിക്കുന്നത്. ബെസ്റ്റ് IAS അക്കാദമി അവാർഡ്, എഡ്യൂക്കേഷണൽ ചേഞ്ച് മേക്കർ അവാർഡ് എന്നിവ ലഭിച്ച ലീഡ് IAS അക്കാദമിയാണ് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായി ഈ കോഴ്സ് നടത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന IAS ഫൗണ്ടേഷൻ കോഴ്സാണ് ലീഡ് IAS ജൂനിയർ. കൂടുതൽ വിവരങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യുക. നമ്പർ 8592 82 26 22.
പൂർണ്ണമാകട്ടെ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. കണ്ടതിൽ വളരെ നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട്